കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ വിശ്വാസികൾക്കും കർത്താവിന്റെ ദാസനും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ നിസ്തുലങ്ങൾ ആദ്യം അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി സംഗീതത്തിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 3-4 വാക്യമൊന്ന് വായിക്കാം. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവരുടെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെളുപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. മഹാപരിശുദ്ധനും നീതിമാനും നിശ്ചലമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലപ്പെടുന്നതുമായ നല്ല സമയത്തിനായ സ്തോത്രം. വായിച്ച തിരുവചനം കടക്കാലങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഏതാത്മാതി ഭാഷകളിലെ അഭ്യർത്ഥന ചെയ്ത കർത്താവിന്റെ പകൽക്കാലം നിങ്ങളോട് ഇരിക്കുന്ന ഓരോ ജീവിതങ്ങളോട് സംസാരിക്കുമാറാകണമേ. നിങ്ങളുടെ സമാനത്തിന് എല്ലാ പോരുകളെയും കർത്താവ് മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം വാഴ്ത്തി കുരുളുകളെ തിരിച്ചിരിക്കായി സ്തോത്രം. എല്ലാം ഏൽപ്പിക്കുന്ന കൃപയോടെടുത്തുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വായിച്ചതായ തിരുവചനം ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടേതായ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 3-4 വാക്യമാണ് വായിക്കുവാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ പർവ്വതത്തിൽ എന്ത് ചെയ്യും? ആര് കയറും? പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിട്ടാണ് ഇവിടെ ചോദിക്കുവാനിടയായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? പ്രൈസ് ദി ലോർഡ്. അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? സ്തോത്രം. ഇന്ന് പകൽക്കാലം ആത്മീയമായ ഒരു ഉണർവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ ദൂത് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം മുഴങ്കാലം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ചില ദൈവിക പ്രവൃത്തി വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർവ് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുമ്മാ ഒരു ഉണർവല്ല ഇന്ന് പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്. നീ ആത്മീയമായ ഒരു ഉണർവേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയത നഷ്ടപ്പെട്ടിരിക്കുവാനല്ല ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മീയമായി നീ ഉണർവേ മതിയാകത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ക്ഷീണിച്ചു പോകാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്. നിന്റെ ജഡത്തിലുള്ള ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി, ആ ആത്മീയത നഷ്ടപ്പെട്ടു പോകാനല്ല തമ്പുരാൻ വിളിച്ചത്. ഇന്ന് പകൽക്കാലം നീ എഴുന്നേൽക്കണം. യേശുവിന്റെ നാമത്തില് നിന്റെ ആത്മീയ മണ്ഡലത്തെ കെടുത്തുന്നതായ ശക്തി ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തില് ഭവന മണ്ഡലത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, ഇന്ന് പകൽക്കാലം നീങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ക്രിസ്തുവിൽ സന്തോഷിക്കാനാ പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആത്മീയമായി ക്ഷീണിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കൽ പ്രാപിച്ചതാണെങ്കിൽ ആ സന്തോഷം നിലനിർത്തണം. പ്രൈസ് ദി ലോർഡ്. കെടുത്തി കളയുവാൻ കൊണ്ടുവരുന്ന അന്ധകാല ശക്തികളെ ജയമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ നീ ഭവനത്തിന് കടന്ന് ഭവനത്തിൽ ചെന്നപ്പോൾ നിനക്കൊരു ദുഃഖകരമായ വിഷയമായിരിക്കും ലഭിച്ചത്. എങ്കിൽ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടു കൂടി തന്നെ നീ ആ ഭവനത്തിലായപ്പോൾ സന്തോഷത്തെ ദൈവനിടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് മടങ്ങി ചെല്ലുമ്പോൾ ഒരു വലിയ ദൈവിക പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിലാണ്. അന്തർഗമന വൈരമന ഘടകസ്യ. നീ ആത്മീയമായി മുന്നേറണ്ട, നീ ആത്മീയമായി സന്തോഷിക്കേണ്ടെന്ന് വാദിക്കുന്നതിന്റെ നടുവിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം തമ്പുരാനുമായിട്ടൊരു തീരുമാനമെടുത്ത് ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ സന്തോഷിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സന്തോഷത്തെ കെടുത്തുന്ന ഹല്ലേലൂയ പോരുകൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിലെ ഹല്ലേലൂയ സന്തോഷത്തെ കെടുത്തുന്ന, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ആത്മീയ മണ്ഡലത്തെ കെടുത്തി കളയുന്ന ഹല്ലേലൂയ വിഷയത്തിൽ മറുപടി തന്നെ ചെക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നീ സന്തോഷില്ലെങ്കിൽ നീ നാളെ സന്തോഷിക്കേണ്ട. അവൻ വളരെ വാദഗതിയുമായിട്ട് നിൽക്കുന്ന ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് അധികാരമില്ലെന്ന് പറയാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
കർത്താവിന്റെ പ്രാർത്ഥന ക്ഷീണിച്ച പ്രാർത്ഥനയല്ല. നമ്മുടെ പ്രാർത്ഥന ക്ഷീണിച്ച പ്രാർത്ഥന, ഹല്ലേലൂയ. കർത്താവിന്റെ പ്രാർത്ഥന ബലപ്പെട്ട പ്രാർത്ഥന ആണോ? പ്രൈസ് ദി ലോർഡ്. അവനൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കണ്ടേ എഴുന്നേറ്റത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ നമ്മൾ എന്തുകൊണ്ട് ക്ഷീണിച്ചു പോകുന്നു? അപ്പൻ നമ്മളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. മറുപടി ഉണ്ട്. ദൈവമേ, ഇന്ന് പകൽക്കാലം നിന്നെ ക്ഷീണിപ്പിക്കാൻ കൊണ്ടുവരുന്ന വിഷയം എന്താണെങ്കിലും ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തെ ക്ഷീണിപ്പിക്കുന്ന വിഷയമാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്ന വിഷയമാകട്ടെ, ഇന്ന് പകൽക്കാലം അത് നീങ്ങി മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ക്ഷീണിപ്പിക്കാൻ നിന്റെ ഭവനത്തിലുള്ള വ്യക്തികളുടെ വ്യാപരിച്ച നിന്നെ തളർത്തിക്കളയ നിന്റെ ആത്മീയ മണ്ഡലം തകർക്കണം. യേശുവിന്റെ നാമത്തിൽ അധികാരം എന്ന് പറയുമ്പോ അതൊരു അധികാരമുള്ള നിന്നെ കൂടെ വെളിപ്പെടാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ജയമുണ്ട്. ദൈവത്തില് ഇന്ന് പകൽക്കാലം നിനക്ക് പൂർണ്ണമായിട്ടൊരു മറുപടി ഉണ്ട്. നീ വിശ്വാസത്തിന്റെ കടന്നു പോയിച്ചില്ല ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അന്തർഗമന വൈഡമന ഘടകസ്യ ഇതുവരെ നീ പ്രാപിച്ചിട്ടില്ലാത്തത് ഭവനത്തിൽ ചെല്ലുമ്പോ ദൈവപ്രവൃത്തി നീ കാണാൻ പോകുകയാ. അതുപോലെ നിന്റെ ആത്മീയതയെ തകർത്തു കളയുവാൻ, ആത്മീയ മണ്ഡലത്തെ തകർത്തു കളയുവാൻ അക്കമിട്ട് കെണിയൊരുക്കിയ പിശാചിന് അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അതുപോലെ മാറിപ്പോകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. അവൻ നമ്മളെ തോൽപ്പിക്കാൻ നോക്കും, നമ്മൾ തോക്കരുത്. നമ്മുടെ തമ്പുരാൻ തോറ്റവനല്ല, നമ്മുടെ തമ്പുരാൻ ജയിച്ചവനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ജയിച്ചു തന്നെ എഴുന്നേൽക്കണം. തോൽപ്പിക്കാൻ പല പദ്ധതി കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നീ ആത്മീയമായി ഉണർന്നാൽ ഇവിടെ ജയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആത്മീയതയെ കെടുത്തിക്കളയുവാൻ, നീ സങ്കടപ്പെട്ടിരിക്കുവാൻ അതുപോലെ പിശാച് കൊണ്ടുവരുന്ന പദ്ധതിക്ക് മുമ്പിൽ തോറ്റുപോകരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ജയം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരാ ജഗന വൈഡമന ഘടകസ്യ. ഹല്ലേലൂയ. നമ്മൾ ഒരു വാക്ക് മനസ്സിലാക്കണം, തമ്പുരാൻ തോറ്റവനല്ല, പിന്നെ നമ്മൾ തോക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിലുള്ള വ്യക്തികളിലൂടെ ആയിരിക്കാം നമ്മുടെ ആത്മീയ മണ്ഡലത്തെ തകർത്തു കളയുവാൻ ചില വിഷയം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അവന്റെ കൂടെ പിടിക്കപ്പെട്ടു പോവാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് മുമ്പിൽ നമ്മൾ കരയരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് ഹല്ലേലൂയ ജയിക്കുമെന്നറിയാം. ഹല്ലേലൂയ. പിശാചിന് നല്ലവണ്ണം അറിയാം ജയിക്കുമെന്നറിയാം. ഹല്ലേലൂയ. അതിന് തോൽപ്പിക്കണമെങ്കിൽ ഭവനത്തിലുള്ള വ്യക്തികളിലൂടെ വ്യാപരിച്ചുകൊണ്ട് നിന്നെ തകർത്തു കളയുവാൻ ചില വിഷയമായി എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ ഇത് എന്റെ മേലുള്ള ഒരു വിഷയമല്ല എന്ന് ഹല്ലേലൂയ നീ വിചാരിക്കുന്നുവെങ്കിൽ ചില ദൈവപ്രവൃത്തി നീ കാണാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരിലൂടെ നിന്നെ ഒന്ന് തകർക്കണം എന്ന് വിചാരിച്ചാൽ നിൽക്കുന്നത് എങ്കിൽ തകരരുത്. ദൈവവേദനെ ഇന്ന് പകൽക്കാലം ഏത് വിഷയം നിന്നെ മുമ്പിൽ കൊണ്ടുവന്നാലും ഞാൻ പരാജയപ്പെടത്തില്ലെന്നുള്ളത് ഇന്ന് പകൽക്കാലം ഒന്ന് ജയമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ഏതിനാണ് നമ്മളെ തകർത്തു കളയണമെന്ന് അവൻ പദ്ധതി ഒരുക്കിക്കൊണ്ടായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് കരയിക്കണമല്ലോ. അവന്റെ പദ്ധതി ഏതാ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഹല്ലേലൂയ കരഞ്ഞാൽ അവന്റെ കൂടെയാണ്, ആരുടെ കൂടെയാണ്? സ്തോത്രം. നച്ചും ആവശ്യമില്ലാതെ ഹല്ലേലൂയ പിശാച് പറയുന്ന എല്ലാ പദ്ധതിക്കും ഇത് മതിയില്ല. നമ്മുടെ തമ്പുരാൻ ആവശ്യമില്ലാതെ കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്റെ യേശു തമ്പുരാൻ ആവശ്യമില്ലാതെ കരഞ്ഞിട്ടില്ല. സ്തോത്രം. കരയേണ്ടടുത്ത് മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. ആണോ? സ്തോത്രം. കർത്താവ് പറഞ്ഞ സന്തോഷിക്കാനാ പറഞ്ഞാണോ? സന്തോഷമുള്ളവർക്ക് ഇതിന് കയറാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തില അവന്റെ പദ്ധതി നിന്റെ സന്തോഷത്തെ ഒന്ന് കെടുത്തി കളയണമെന്ന ഇന്ന് പകൽക്കാലം കെടുത്തിയെങ്കിൽ ആ പിശാചിന് എന്റെ വീട്ടിൽ അധികാരമില്ലെന്ന് പറഞ്ഞ് ദൈവം അവിടെ പ്രവർത്തിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ കടന്നു ചെല്ലുമ്പോ എനിക്ക് മുമ്പായി എന്റെ തമ്പുരാൻ ഞങ്ങളുടെ കടന്നു എന്ന് ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വലിയ അധികാരമുള്ളവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ ചെറിയൊരു ഹല്ലേലൂയ പിശാച് പറയുന്ന ബലമില്ലാത്ത വാക്കിൽ നീ ഹല്ലേലൂയ അമർന്നു പോവുകയാണ്. സ്തോത്രം. ലോകത്ത് കോടികൾ കൊടുത്താൽ ഹല്ലേലൂയ ലഭിക്കില്ലാത്ത വിലത്തുള്ളയുടെ ബലം നിങ്ങൾക്ക് അറിയത്തില്ല.
ഇന്ന് പകൽക്കാലം അവനാ നമ്മളോട് കൂടെയുള്ളത്. അതുപോലെ അവൻ പരാജയപ്പെട്ടവനല്ല, അവൻ ജയിച്ചവനാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ആത്മീയത കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയമെടുക്കാം. ഇന്ന് പകൽക്കാലം ആത്മീയ മണ്ഡലത്തെ തകർത്തു കളയുന്ന പോലെ ഇന്ന് പകൽക്കാലം മാറിപ്പോകണം. യേശുവിന്റെ നാമത്തിൽ നിരാശ കൊണ്ടുവന്ന നിന്റെ ആത്മീയ മണ്ഡലം തകർന്നു പോകും. അതുപോലെ നിരാശയുടെ വാക്ക് കേട്ടാൽ നീ തകർന്നു പോകും. എങ്കിൽ അതിനകത്ത് തകർന്നു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നിന്നെ ആത്മീയമായി ഏതിനാൽ തകർത്തു കളയണമെന്ന് അവൻ വിചാരിക്കുമ്പോൾ ചില വിഷയമായി കടന്നു വരിക, പരാജയപ്പെടേണ്ട വിഷയമായി കടന്നു വരുമ്പോ ആ പരാജയപ്പെടുത്താൻ കൊടുക്കുന്ന വിഷയത്തെ ഓർത്ത് നീ വിലപിക്കുവാനല്ല. അതല്ല ആവശ്യം. എന്റെ സമുദായം ഒന്ന് മാറുമ്പോ ഒന്നൊന്നായി നിന്റെ മുന്നിൽ കൊണ്ട് നേരത്തെ നീ ഓർത്തോണം. അല്ലെങ്കിൽ അതിന്മേൽ ഇന്ന് പകൽക്കാലം ജയം എടുത്തോണം. ഒന്ന് കണ്ട് നടന്നില്ലെങ്കിൽ അടുത്തത് നിന്നെ ഒന്ന് തോപ്പിക്കാമെന്ന് വിചാരിക്കും. അവൻ പല പദ്ധതിയും ഒരുക്കാൻ നിൽക്കുന്നത്. തോക്കരുത് ദൈവവേദന. ഇന്ന് പകൽക്കാലം നീ ജയിച്ചു തന്നെ എഴുന്നേൽക്കണം. ഇന്ന് പകൽക്കാലം ജയം എടുത്തേ മതിയാകത്തുള്ളൂ. യേശുവിന്റെ നാമത്തില മറുപടി കാണുവാൻ കഴിയാതെ നിന്റെ പവന മണ്ഡലത്തിന് ഉദിച്ചു വരുന്ന ചില പോരുകൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തില ഇന്ന് പകൽക്കാലം തകർന്നു പോകേണ്ടതായ അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന വിഷയത്തിന്മേൽ പോലും അവൻ ജയമെടുക്കും. അല്ലേ? എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു? അപ്പോൾ നിരാശ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ എനിക്ക് അവിടെ ജയമെടുക്കാമെന്നുള്ള വിഷയമായിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ വിഷയം കൊണ്ട് ദൂരക്കണം. യേശുവിന്റെ നാമത്തിൽ എന്റെ കൂടെയുള്ളവൻ എന്റെ നമ്പുരാനാ. അവൻ ജയമെടുത്തവനാ. അവനിലും അധികാരമുള്ളവൻ വേറെ ആരുമില്ല. എങ്കിൽ എന്റെ ബലത്തെ കെടുത്തിക്കളയാൻ വരുന്ന സാത്താൻ എന്റെ ജഡത്തിന്മേലോ വ്യക്തികളുമേലോ ഭവനത്തിന്മേലോ അധികാരമില്ല. നിന്റെ പകൽക്കാലം ദൈവത്തോട് നിലവിളിക്കുന്നെങ്കിൽ ചില ദൈവപ്രവൃത്തി കാണാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയം ഒന്ന് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എന്റെ പകലുള്ള ജീവിതമേല് എന്റെ കർത്താവ് തൊട്ടേ മതിയാകത്തുള്ളത് പറയുമ്പോ എന്റെ യാപ്പന്റെ കാലം അവിടെ സ്പർശിക്കും. യേശുവിന്റെ നാമത്തിൽ ഓരോ വിഷയം കൊണ്ടുവന്ന് നമ്മളെ പരാജയപ്പെടുത്തുവാൻ പല പദ്ധതികൾ അവൻ നോക്കുന്നത്. എന്താണ് ആത്മീയമായിട്ടുള്ള ഉണർവ്? നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ ഒരു ഉണർവല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആണോ? ഒരു ആരാധനയ്ക്ക് പോയിരുന്ന് ആ 10 മിനിറ്റ് കിട്ടുന്ന ഉണർവല്ല നമ്മളിലുള്ളത്. നിരന്തരം നിന്റെ ജീവിതത്തിൽ ഒന്ന് ഉണർന്ന് ഒന്ന് എഴുന്നേൽക്കണം. തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് വരുന്നതാണ്. ദൈവം തരുന്ന പാപത്തെയും അനുതാപത്തെയും കുറിച്ച് കർത്താവ് പറയുന്നു. കൂടെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരു പുതുക്കപ്പെട്ടതായ ഒരു ഹൃദയം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അതുപോലെ ആ ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്ന ആത്മീയമായിട്ടുള്ള ഉണർവ്. അപ്പൊ പാപത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഈ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ നമ്മൾ ഇന്ന് പകൽക്കാലം ഏറ്റു പറയുമ്പോൾ ചില ദൈവ പ്രവൃത്തിയോടെ ആരംഭിക്കാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക പ്രവൃത്തിയോടെ വെളിപ്പെടട്ടെ. പാപത്തെ നീതിയെ കുറിച്ചുള്ള ഒരു ബോധം ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിൽ കുറവുണ്ടപ്പ എന്ന് പറയണം. ഇന്ന് പകൽക്കാലം കുറവില്ലാത്തവരല്ല, എങ്കിൽ കുറവുണ്ട്. ഓരോ ദിവസവും നാം എണ്ണി നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പാപകരമായ അവസ്ഥകളുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ.
നമ്മളെ ഒരു ദിവസം എത്ര പ്രാവശ്യം ഹിതമല്ലാത്ത വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. പ്രൈസലോ ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ കുറവെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. പ്രൈസലോ ഹല്ലേലൂയ. നിരന്തരം നീ ദൈവവുമായിട്ട് ഒരു അഭേദ്യ ബന്ധത്തിലോട്ട്, അപ്പാ എനിക്ക് കുറവുള്ളവളാണ്, എനിക്ക് കുറവുള്ളവനാണെന്ന് നീ നിലവിളിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും അവിടെ തമ്പുരാൻ ക്ഷമിച്ചു തരുവാൻ ശക്തനാണ്. പ്രൈസലോ. ഒരു ദിവസം നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല, നമ്മൾ മറന്നു പോകുന്നവരാണ് അല്ലേ? പ്രഭാതം മുതൽ എഴുന്നേറ്റ് രാത്രിയുടെ യാമാരംഭത്തിൽ കിടക്കുന്നത് വരെയും നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്കുകളൊന്നും എന്ത് ചെയ്യാറില്ല. ഓർക്കുന്നുണ്ടോ? ഇല്ല. പ്രൈസലോ. നമ്മൾ സംസാരിച്ചു വിട്ട വാക്കുകളായിരിക്കാം, അതുപോലെ ഭവനത്തിലുള്ളവരോടായിരിക്കാം, പുറത്തുള്ളവരോടായിരിക്കാം. നമ്മൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തില് കടന്നു വന്നിരിക്കുന്ന വിഷയത്തിന്റെ നടുവില് ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് മനസ്സിലാക്കണം, ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുന്നില്ല. പ്രൈസലോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മളൊന്ന് കഴുകൽ പ്രാപിക്കണം. പ്രൈസലോ ഹല്ലേലൂയ. ദിനം പ്രതി നീ കഴുകൽ പ്രാപിക്കുമ്പോൾ ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. പ്രൈസലോ ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പ്രഭാതം മുതൽ രാത്രിയുടെ യാമാരംഭത്തിൽ കിടന്നുറങ്ങുവാൻ പോകുന്നു. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും കടന്നു വന്നത് ഞാൻ ഓർക്കുന്നില്ലപ്പാ എങ്കിൽ എന്താണെന്ന് ഓർമ്മിച്ചുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്ന് നിലവിളിച്ചാൽ നിശ്ചയമായിട്ടും അത് മറുപടി തരുവാൻ ശക്തനാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പാപത്തെ നീതിയെ കുറിച്ചുള്ള ഒരു ബോധം നിന്നെ തെളിയണം. യേശുവിന്റെ നാമത്തിൽ അന്തർഗമനമൈരമായ ഘടകധനാദികൾ ഗമനഘടകസിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ വ്യക്തമായി ദൂത് വിളിച്ചു പറയാണ്. ഹല്ലേലൂയ. അന്തർഗമനഘടകധനാദികൾ ഗമനാദികൾ ഗമനഘടകസി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വ്യക്തമായി ദൂത് വിളിച്ചു പറയാണ്. ഹല്ലേലൂയ. തകർക്കുവാനുള്ളവൻ നിന്റെ കൂടെ കൂടെ നടക്കുമ്പോ നീ ഇന്ന് പകൽക്കാലം പതറിപ്പോകാനുള്ളതല്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നീ ജയം എടുക്കുന്നത് കാണട്ടെ എന്ന് ചോദിക്കുന്ന അവന്റെ നടുവിൽ ഇന്ന് പകൽക്കാലം ജയം എടുത്തു തന്നെ എഴുന്നേൽക്ക. ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച പാപങ്ങളെ ക്ഷമിക്കാൻ പറയുന്നത് ആണോ? ഒരു തിരുമേശ ഉണ്ടെങ്കിൽ അന്ന് ഹല്ലേലൂയ 3 ദിവസം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഇതിന്റെ മുമ്പിൽ ഒന്ന് കരം നീട്ടണമല്ലോ. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കണം? ഒന്ന് ക്ഷമിച്ചേക്കണമെന്ന് പറഞ്ഞു പോയി എടുക്കുന്ന ഹല്ലേലൂയ. അതല്ലാതെ ദിനം പ്രതി നീ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് കഴുകണം. പ്രൈസലോ. കർത്താവ് പറഞ്ഞ പോലെ ഒരുങ്ങി നീ ഒന്ന് ഇരുന്നേ പറ്റത്തുള്ളൂ. പ്രൈസലോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ദിനം പ്രതി നീ ഒന്ന് കഴുകൽ പ്രാപിക്കണം. പ്രൈസലോ. ഇന്ന് മുതൽ ഹല്ലേലൂയ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. പ്രൈസലോ. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എന്റെ തമ്പുരാനോട് പ്രാർത്ഥിച്ചു. പല വ്യക്തികളുമായി ഇടപെട്ട ഹല്ലേലൂയ വ്യക്തിയാണ് ഞാൻ. എങ്കിൽ എന്റെ ഭവനത്തിലുള്ളവരുമായി ഞാൻ ഇടപെട്ട പല കാര്യങ്ങളുണ്ട്. എങ്കിൽ ഹിതകരമല്ലാത്തത് ഏതെങ്കിലും എന്റെ അതരത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അപാപിതാവെ നീ എന്നോട് ക്ഷമിക്കണമെന്ന് രാത്രിയുടെ യാമാരംഭത്തിൽ നിലവിളിക്കുന്നു എങ്കിൽ നിന്റെ ഭവനത്തിൽ ഒരു വിടുതൽ നടക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ വ്യക്തി ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. നിന്റെ തലമുറമേ ദൈവം ഒരു വലിയ വിടുതൽ ഹല്ലേലൂയ നടത്താൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന ചില കുറവുകൾ, ചില ബലഹീനതകൾ ഇന്ന് പകൽക്കാലം ക്ഷമിച്ചുകൊണ്ട് തമ്പുരാൻ ഇന്ന് പകൽക്കാലം മറുപടി അയക്കാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിരന്തരം നീ ആത്മീയമായി ഉണർന്നേ മതിയാകത്തുള്ളൂ. ഒരിക്കൽ മാത്രം നീ ഒരു ആത്മീയമായിട്ട് ഉണരാനല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. നിരന്തരം നീ എന്റെ ആത്മീയ മണ്ഡലത്തെ ഒന്ന് പ്രകാശിപ്പിക്കണം. യേശുവിന്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. ഇന്നു മുതൽ ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തുമ്പോൾ ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. പ്രൈസല്ലോ. ഹല്ലേലൂയ. ആരും അങ്ങനെ എന്ത് ചെയ്യാറില്ല, ചെയ്യാറുണ്ടോ? സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കും. എന്റെ തലമുറകൾക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കുന്നു. ദൈവം അന്നേക്ക് തന്നെ ആകാരത്തിനായിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം വായിച്ച് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച് അവിടെ കിടക്കും. അതല്ല പ്രാർത്ഥന. ഹല്ലേലൂയ. ഞാൻ പ്രഭാതം മുതൽ തമ്പുരാനെ ഈ സമയം വരെ മുഴങ്കാലം അടക്കി ഹല്ലേലൂയ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോടാകട്ടെ എന്റെ ഭവനത്തിലുള്ളവരോടാകട്ടെ ഹല്ലേലൂയ പലരോട് ഇടപെട്ട വ്യക്തിയാണ് ഞാൻ. എങ്കിൽ എന്റെ അപ്പനറിയാതെ ഏതെങ്കിലും എന്റെ വാക്ക് എന്റെ ജീവിതത്തിൽ കടന്നു വന്ന് ഹല്ലേലൂയ എന്നെ തകർക്കുവാൻ വരുന്ന പിശാചിന് ഞാൻ ഇടം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ചില
ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വാക്കിലൂടെ നിന്റെ ഭവനത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം തകർത്തു കളയുവാൻ നോക്കുന്ന പിശാചിന്റെ ഹല്ലേലൂയ നീ അടിമയാകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലത്തിൽ നടക്കാൻ പോകുക. അത്ഭുതത്തിന്റെ കരം കർത്താവ് നീട്ടാൻ പോകുക. ഇന്ന് പകൽക്കാലം ഒരു മറുപടി നീ കാണാൻ പോകുക. ദിനം പ്രതി ഇന്ന് പകൽക്കാലം നീ ആത്മീയമായി ഉണരണമെങ്കിൽ ഒന്ന് കഴുകൽ പ്രാപിക്കണം. ചുമ്മാ കഴിയാ പോരാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഹല്ലേലൂയ അപ്പോൾ ദൈവപ്രവൃത്തിയോടെ ആരംഭിക്കാൻ തുടങ്ങും. ദിനം പ്രതി നീ ദൈവത്തോട് നിരന്തരമായി ഹല്ലേലൂയ നീ ചോദിക്കുമ്പോൾ ദൈവം അവിടെ ചില പ്രവൃത്തിയോടെ ചെയ്യാൻ തുടങ്ങും. എന്റെ അപ്പനറിയാതെ ഒരു വാക്കും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ചില ദൈവപ്രവൃത്തിയോടെ ആരംഭിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആത്മീയത അവിടെ വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം നീ ദൈവമായിട്ട് ചോദിക്കാനല്ല, നിരന്തരം നീ ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. എന്ന് രാത്രിയിൽ ഇങ്ങനെ ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നവരാണ് അവിടെ ഇരിക്കുന്നവര്. നമ്മൾ ചോദിക്കാറില്ല. ഹല്ലേലൂയ. അപ്പാ ഞാൻ ഹല്ലേലൂയ എത്രയോ ജീവിതങ്ങളെ പ്രഭാതം കാണാതെ സന്ധ്യയുടെ യാമം കാണാതെ ഭൂമിപ്രകൃതി മാറ്റപ്പെട്ടപ്പോ ദൈവം നമ്മളെ അത്ഭുതകരമായി നമ്മളെ എന്ത് ചെയ്യണം? വഴി നടത്തുക. ആ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ചുമ്മാ നമ്മൾ ആത്മീയത എന്ന് പറയുവാൻ പറ്റത്തില്ല. നിരന്തരം നീ ചോദിക്കണം. ഡെയിലി. ഒരു 30 ദിവസം ഉണ്ടെങ്കിൽ ആ 30 ദിവസം നീ ചോദിച്ചേ പറ്റത്തുള്ളൂ. ആണോ? സ്തോത്രം. ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തിന്റെ അകത്തുള്ളത് ഹല്ലേലൂയ നമ്മള് 5 പേരുണ്ടെങ്കിലും 5 പേര് ഒരുപോലെ നിന്ന് ചോദിക്കുമ്പോൾ ചില ദൈവപ്രവൃത്തിയോടെ ആരംഭിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ ഞാൻ അറിയാതെ ഒന്നും അവിടെ സംഭവിക്കത്തില്ല. നിന്റെ തലയിൽ ഒരു തലമുടി നാല് പോലും കൊഴിയണമെങ്കിൽ ഞാൻ അറിയാതെ അവിടെ സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ് ഹല്ലേലൂയ നിന്റെ ആത്മീയതയൊന്ന് ഉയരണം. പ്രൈസ് ദി ലോർഡ്. നീ ആത്മീയമായിട്ടൊന്ന് എഴുന്നേറ്റാൽ മതിയാകത്തുള്ളൂ. നീ ക്ഷീണിച്ചു പോകാനായിട്ടല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്. നീ ബലപ്പെടണം. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധമാവിൽ വ്യക്തമായിട്ട് പറയുകയാണ് അവിടെ സ്വയം നമ്മളെ തന്നെ എന്ത് ചെയ്യണം? താഴ്ത്തണം. സ്തോത്രം. ആത്മീയതയല്ല. എന്താണ് ഉണർവെന്ന് ചോദിച്ചാൽ സ്വയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് താഴ്ത്തണം. പരിശുദ്ധമായി പറയാണ് ആ സ്വയം താഴ്ത്തുമ്പോൾ നമ്മളിലുള്ള ചില അഹങ്കാരം എന്ത് ചെയ്യും? മാറിപ്പോകും. ഞാനെന്ന ഭാവം. സ്തോത്രം. നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏറ്റവും ചെറിയ അക്ഷരമാണ് ഐ അല്ലെ? ഈ ഐ എന്ന ഭാവം അല്ലെ? ഞാൻ എന്ത് ചെയ്യാം? ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം ഞാൻ ചെയ്തു, ഞാൻ കൊടുത്തു എന്നുള്ള അഹങ്കാര പദം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. ഞാൻ എന്നുള്ളത് അല്ലെ? ഇത് നമ്മളിൽ നിന്ന് ഈ അഹങ്കാരം നമ്മളിൽ ഉയർന്നു പൊങ്ങി വരുന്ന അഹങ്കാരത്തെ നമ്മളൊന്ന് ഓവർകം ചെയ്യണം. സ്തോത്രം. അപ്പൊ നമ്മളെ തന്നെ സ്വയം താഴ്ത്തുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഈ ഞാൻ എന്ന ഭാവം എന്ത് ചെയ്യത്തില്ല? ഉയരത്തില്ല. നമ്മളിലെല്ലാം സ്വയം നമ്മളിൽ ഉണ്ടാക്കുവാൻ ഇടയാകുന്നതാണ്. അത് അവൻ കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ ഞാനെന്ന ഭാവത്തിലേക്ക് നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നിലൂടെയാണ് പ്രവൃത്തി ചെയ്യുമെന്നുള്ള ഒരു അഹങ്കാരം നമ്മളിൽ എന്ത് ചെയ്യും? ഉദിക്കാൻ തുടങ്ങും. അതിനെ ഇതുവരെ കാലം മാറ്റിക്കളയണം. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയണം, സ്വയം താഴ്ത്തണം. ആത്മീയത ഉയരണമെങ്കിൽ സ്വയം നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് താഴ്ത്തി കൊടുക്കണം. യേശുവിന്റെ നാമത്തില് ഞാൻ നിങ്ങളെ താഴ്ത്തിയെങ്കിൽ മാത്രമേ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. അല്ലല്ല, നമ്മൾ ആരും സ്വയം താഴാൻ ഉള്ളവരല്ല. നമ്മൾ മനുഷ്യന്റെ മുമ്പില് ഞാൻ സ്വയം താഴ്ത്തി കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ തോറ്റുപോകുമെന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. തോറ്റവനല്ല നമ്മുടെ കൂടെ ഉള്ളത്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, തമ്പുരാൻ ഹല്ലേലൂയ അബ്രഹാം ചെയ്ത വലിയ തെറ്റിനാണ് എന്റെ ദൈവം അവിടെ ക്ഷമിച്ചെങ്കിൽ ഏറ്റവും വലിയൊരു കുറവ് അവന്റെ ജീവിതത്തിൽ വന്നപ്പോഴും അവൻ മടി കൂടാതെ എന്ത് ചെയ്തു? ഏറ്റു പറഞ്ഞു. നമ്മളാണ് പറയുന്നു ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ പറയാണ് സ്വയം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവത്തിന്റെ മുഖം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴി നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഗ്ലോറി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു ആക്ഷരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം ഒരിക്കലും വാടിപ്പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്റെ നിങ്ങളെ വിളിച്ചൊരു ആക്ഷരികത്ത് തമ്പുരാൻ നട്ടിട്ടുണ്ടോ, അതിന്റെ വേര് പോലും വെള്ളത്തിലാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇത് നിറഞ്ഞു നിൽക്കുമ്പോ ഇത് വെള്ളം വാടിപ്പോകാൻ എന്നെ തമ്പുരാൻ അനുവദിക്കത്തില്ല. ആര് നിന്നെ വെട്ടിക്കളഞ്ഞാലും അതിൽ നിന്ന് കിളർത്തു വരുന്നതായിട്ട് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എല്ലാവരും ഓർക്കും ഇത് വെട്ടിക്കളഞ്ഞാൽ ഇനി കിളക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ നീ കിളർക്കത്തില്ലെന്ന് ഓർക്കും. ഹല്ലേലൂയ. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ കുറ്റി അവിടെ ഉണ്ട്. കർത്താവ് പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വാടത്തില്ല. വാടുമോ? പിന്നെ നമ്മൾ എന്തുകൊണ്ട് വാടുന്നു? യേശുവിന്റെ നാമത്തിൽ ആറ്റരികത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം ഒരിക്കലും വാടാൻ പറ്റത്തില്ല. അതിനെപ്പോഴും വെള്ളം വലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആവരണശക്തിയുള്ള ഒരു വ്യക്തി ഒരിക്കലും ക്ഷീണിച്ചു പോകാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മൾ എന്തുകൊണ്ടാണ് ക്ഷീണിച്ചു പോകുന്നത്? ഒരു ചെറിയ ചൂടിങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഹല്ലേലൂയ നീ മാറിപ്പോകാനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ബലപ്പെട്ട് തന്നെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വൃക്ഷം പച്ചയായിട്ട് തന്നെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ഇത് പച്ചയായിട്ട് തന്നെ നിൽക്കണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ലേ, ഒന്നാം സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴി നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ഈ വിശുദ്ധ ന്യായപ്രമാണ പുസ്തകം എടുത്തുകൊണ്ട് എന്ത് ചെയ്യും? ആരാധനയ്ക്ക് പോയിട്ട് അത് എവിടെയെങ്കിലും ഒരു കോണിക്കൊണ്ട് ഇടുന്നതല്ല. ഈ ന്യായപ്രമാണ പുസ്തകം എന്ത് ചെയ്യത്തില്ല? ധ്യാനിക്കത്തില്ല. ധ്യാനിക്കുമോ? കർത്താവ് പറഞ്ഞു, രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് വളരെ വ്യക്തമായിട്ടാ പറഞ്ഞതാ, ഇവനെ ആശ്ചര്യത്ത് നട്ടിട്ടുണ്ടെങ്കിലും അത് തക്ക കാലത്ത് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഭവനത്തിൽ നന്മയില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാ? ഇന്ന് പകൽക്കാലം നീ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, തക്ക കാലത്ത് ഫലം കായ്ക്കണ വൃക്ഷം വാടിപ്പോകാനുള്ളതല്ല. യേശുവിന്റെ നാമത്തല്ല. പരിശുദ്ധമായി വളരെ വ്യക്തമായിട്ട് പറയാണ്, നീ വാടാനുള്ള വ്യക്തിയല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നീ വാടിപ്പോകാനുള്ളതല്ല. നീ ഒന്ന് കിളർക്കണം. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്നെ കിളർപ്പിക്കത്തില്ലെന്ന് പറയുന്നവരുടെ നടികള് ഇന്ന് പകൽക്കാലം ഒന്ന് തല ഉയർത്തി നിന്നെ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ആരിലൂടെ? എന്റെ തമ്പുരാനിലൂടെ നീ ഒന്ന് വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒന്ന് വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. നമ്മൾ ആവശ്യമില്ലാതെ എല്ലാ വിഷയങ്ങൾക്കും എന്ത് ചെയ്യരുത്? കരയരുത്. സ്തോത്രം. ദൈവമക്കളുടെ ഒരു ഭയം എന്നാ പറയുക, ദൈവമക്കളിൽ ഉണ്ടാകുന്ന ഒരു വിഷയം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും എന്ത് ചെയ്യും? സ്തോത്രം. നമ്മൾ കരയരുത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, കണ്ണിന് തൂകുമ്പോൾ മനസ്സല്ല ദൈവമാണെന്ന് പറഞ്ഞു അല്ലേ? അതൊക്കെ തുരുത്തിയിലാക്കും. ചുമ്മാ ഉള്ള കരച്ചിലല്ല നമുക്ക് ആവശ്യം. നല്ലൊരു ഹൃദയത്തിന്റെ അകത്തുള്ളത്തിൽ ദൈവം പ്രവർത്തിച്ചതിനെ ഓർത്ത് നീ കഴിയണം. ഹല്ലേലൂയ. ചുമ്മാ നമ്മൾ ഹല്ലേലൂയ പിശാച് നമ്മൾ മാനുഷ്യമായ നിലവാരത്തിൽ നമ്മൾ നോക്കുമ്പോൾ പിശാച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കരയാറുള്ളൂ. ദൈവം പറയുന്ന ഒരു കാര്യങ്ങൾക്കും എന്ത് ചെയ്യാറില്ല, കരയുന്നു. കർത്താവ് പറയുന്ന ഒരു കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല. നമ്മൾ ആരുടെ വാക്ക് അനുസരിക്കുന്നത്? നമ്മൾ ആരുടെ വാക്ക് അനുസരിക്കുന്നത്? പിശാച്. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഭർത്താവ് നിന്നെ ഇപ്പൊ തകർക്കുമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അത് പിശാചിൽ ഹല്ലേലൂയ. ഭർത്താവിനോട് വ്യാപരിക്കുന്ന പിശാച് ബലപ്പെട്ട് നിൽക്കുമ്പോ അവന്റെ രണ്ട് നല്ല ഓർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എന്റെ മേൽ തൊടത്തില്ലെന്നുള്ള അധികാരം നമ്മൾ അധികാരത്തോട് കൽപ്പിച്ചാൽ തൊടുവോ? ഇല്ല. സ്തോത്രം. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എന്റെ ഉള്ളിലുള്ളവൻ എന്റെ തമ്പുരാനാണ്. അവന്റെ മേൽ എന്റെ ഭർത്താവല്ല. ആ പിശാച് എന്റെ മേൽ എന്ത് ചെയ്യത്തില്ല, കരം
വെക്കത്തില്ലെന്നുള്ള അധികാരമുണ്ടെങ്കിൽ വെക്കത്തില്ല. വെക്കോ? അതിനുള്ള പവർ നമുക്ക് വേണ്ടേ? സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പറയുന്ന ഒരു കാര്യത്തിലല്ല നമ്മൾ കരയുന്നത്. ആണോ? അവൻ നമ്മളെ വേദനിപ്പിക്കാനുള്ള പല വിഷയങ്ങളുമായി കൊണ്ടിരിക്കുക. എങ്കിൽ വിഷയം നമ്മളെ പരാജയപ്പെടുത്താൻ കൊണ്ടുവരുന്ന ഒരു പരീക്ഷ. പ്രൈസലോ. നീ ഇതിലൊന്ന് തോറ്റേ എനിക്കൊന്ന് കയറാൻ പറ്റുള്ളൂ. പ്രൈസലോ. എങ്ങനെ കർത്താവ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? ക്ഷീണിച്ചു പോവുക. ആണോ? അവൻ എന്താണ് നിന്നെ തകർക്കാൻ നോക്കുന്നത്, അതോർത്ത് നമ്മൾ വിലപിച്ചോണ്ടിരിക്കുക. പ്രൈസലോ. സ്തോത്രം. അപ്പൊ നമ്മൾ അതിനെ മൈൻഡാതിരിക്കുവാണെങ്കിൽ ദൈവം അവിടെ എന്ത് ചെയ്യും? പ്രവർത്തിക്കത്തില്ലേ? വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് അറിയിക്കുകയാണ്. അതിന്മേൽ ചില വിടുതലുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിലാണ്. ഗ്ലോറി ചൂടാറാവ ശന്തറാ ദിവൽഗമന ഘടകസ്യ. ഇന്ന് പകൽക്കാലം പ്രൈസലോ കല്ലോലിയ നമ്മളിലുള്ള ആത്മീയത നഷ്ടപ്പെട്ടു പോയ അനുഭവം. പ്രൈസലോ കല്ലോലിയ. ഇങ്ങനെയാണ് നമ്മളിൽ നിന്ന് ആത്മീയത കല്ലോലിയ നമ്മുടെ കുറവ് നമ്മൾ ഡെയിലി പറയാതെ, നമ്മളൊരു ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ മാത്രം ഒരു ആത്മീയത വർദ്ധിപ്പിക്കുവാനല്ല, അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ മാത്രം ആത്മീയത വർദ്ധിപ്പിക്കുവാനല്ല, നിരന്തരം നീ ഇന്ന് പകൽക്കാലം ദൈവത്തോട് ഏറ്റു പറയണം. പ്രൈസലോ. സ്വയം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുമ്പോ ചില ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയ യേശുവിന്റെ നാമത്തിൽ അന്തർഗമന വൈരമാന ഘടകതനെ ദീപരാജകല ഘടക സന്ധര ദിവൽഗമന അത്തരേരകം തിരി വിഗമന ഘടകതനാദികൾ ഗമനാദനാദികൾ ഗമന ഘടകസ്യ. പരിശുദ്ധാത്മാവിൽ വ്യക്തമായി ദൂത് വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുപടി തരുവാൻ ശക്തന. പ്രൈസലോ. സ്തോത്രം. നീ ആവശ്യമില്ലാതെ ആരും തീരേക്കരുത്. സ്തോത്രം. ആരെന്ത് കല്ലോലി അവിടെ കിടന്ന് നമ്മുടെ ഭവനത്തിൽ കിടന്ന് എന്തെല്ലാം വിഷയങ്ങൾ നടന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്? സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ടാണ് കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ജഡത്തിൽ വെളിപ്പെട്ട് നിന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ നീ അവിടെ എന്ത് ചെയ്യരുത്? കരയരുത്. കരഞ്ഞു പോയാൽ അവൻ ജയം എടുക്കത്തില്ല. നിസ്സാരമായ കാര്യമല്ല. പ്രൈസലോ. ഇന്ന് പകൽക്കാലം പ്രബലപ്പെട്ട് നിൽക്കുന്ന ശക്തിക്ക് മുമ്പിൽ നീ താണു പോകാനല്ല, നീ ഒന്ന് ജയമെടുക്കണം. യേശുവിന്റെ നാമത്തില. ദൈവത്തോട് ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ, ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കണ്ടു തന്നെ എഴുന്നേൽക്കണം. കർത്താവിന്റെ പ്രാർത്ഥനയിൽ പരാജയപ്പെട്ട പ്രാർത്ഥനയല്ല. ആണോ? വിജയിച്ച പ്രാർത്ഥന. പ്രാർത്ഥനയാണ്. ഒരു കാര്യം അവൻ കൽപ്പിച്ചെങ്കിൽ അത് അതുപോലെ തന്നെ സംഭവിച്ചു. എങ്കിലും ഞാൻ ദൈവത്തോട് ചോദിച്ച വിഷയത്തിന്മേൽ എനിക്ക് മറുപടി തന്നിരിക്കാൻ സ്വന്തം പറഞ്ഞു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിലാണ് നിനക്കൊരു തലമുറ തന്നെങ്കിൽ ആ തലമുറയെ കൊണ്ട് നന്മ അനുഭവിക്കത്തില്ലെന്ന് വാദിക്കുന്ന പിശാചിന്റെ നടുവില അവനല്ല അധികാരി. എന്റെ തലമുറയിലൂടെ ഞാൻ നന്മ കാണും. യേശുവിന്റെ നാമത്തില. കർത്താവ് പറഞ്ഞു, നിന്റെ കല്ലോലിയ സന്തതിയുടെ കൈയുടെ അധ്വാന ഫലം നീ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? തിന്നുമെന്നാ പറഞ്ഞു. ആണോ? ഹല്ലേലൂയ. തിന്നത്തില്ലെന്നല്ല പറഞ്ഞത്, തിന്നുമെന്നാ പറഞ്ഞു. യേശുവിന്റെ നാമത്തില. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ഇന്ന് പകൽക്കാലം നീ ഒന്ന് പ്രാപിച്ചെഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ പറയും തീറ്റിക്കത്തില്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ സന്തതിയുടെ കൈയുടെ അധ്വാന ഫലം നീ തിന്നുമെന്നാ പറഞ്ഞു. ആണോ? ഞാൻ തിന്നും. ഹല്ലേലൂയ. എങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഒന്ന് എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് ആത്മീയമായിട്ട് നീ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ വിഷയങ്ങൾ അവിടെ മാറാൻ തുടങ്ങും. നിന്റെ ഭവന മണ്ഡലത്തിൽ നിന്ന് തീയിറങ്ങാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. ആത്മീയത നിന്റെ ജഡത്തിൽ ഒന്ന് വെളിപ്പെടാൻ തുടങ്ങും. പ്രൈസലോ. അപ്പോൾ അതിനകത്ത് ഒരു പിശാചിനും എന്തില്ല? അധികാരമുണ്ടോ? നമ്മളിൽ ചില തീ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് ഒന്നിനും പ്രവേശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ ചന്ദ്രക്ക് മേശക്ക് അബോധത്തിന് തീച്ചൂളയിൽ ഇട്ടിട്ടും അവർക്ക് എന്തു പോയി? സ്തോത്രം. അപ്പൊ ഹല്ലേലൂയ, നമ്മളിലുള്ള തീ അണഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇവൻ പ്രവേശിക്കുന്നത്.
അണഞ്ഞു പോകരുത്. ഇന്ന് പകൽക്കാലം നീ ഒന്ന് ബലപ്പെട്ടേ മതിയാകത്തുള്ളൂ. കത്തി നിൽക്കുന്നതിന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ദൈവമല്ലേ, ഇന്ന് പകൽക്കാലം ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അന്തർഗമന വൈരമന ഘടകധനാദികൾ ഗമനഘടകസ്യ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതുപോലെ കത്തി നീക്കുന്ന തീച്ചുളയുടെ അടുക്കലേക്ക് കടന്നു വരാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നീ കത്താതിരിക്കാനല്ല, നീ ഒന്ന് കത്തിയെ മതിയാകുന്നു. നിന്റെ മേലിരുന്ന ചില കത്താതിരിക്കുവാൻ ഒരു വിറക് വിശ്വാസിയെ കാണിക്കുന്നതാണ് അല്ലേ? നനഞ്ഞ വിറകുണ്ട്, കത്തുന്ന വിറകുണ്ട്. സ്തോത്രം. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ വിറക് കൈകാര്യം ചെയ്യുന്നവർക്കറിയാം അല്ലേ? നനഞ്ഞ വിറക്, ഉണങ്ങിയ വിറക്, പച്ച വിറക് അല്ലേ? എത്ര വിശ്വാസികളുണ്ടെന്നറിയാം. പച്ചവിറകുണ്ടോ, ഉണക്കവിറകുണ്ടോ, പകുതി നനഞ്ഞതും പകുതി നനയാത്തതും ഒക്കെ ഉണ്ട്. എങ്കിലും നല്ലവണ്ണം ഉണങ്ങിയിരിക്കുന്നതും ഉണ്ട്. പ്രൈസലോ. നമ്മൾ അടുപ്പിലേക്ക് വെക്കുമ്പോൾ പ്രൈസലോ പകുതി കത്തും പകുതി കത്താതിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ സ്വയം ചെയ്യും. നമ്മളിൽ ഉണ്ടാകുന്നതല്ല. പ്രൈസലോ. ഇതുപോലെ തമ്പുരാനും നമ്മളോട് ചെയ്തിരിക്കുന്നത്, കോപിച്ചോണ്ടിരിക്കുന്നത്. ചിലരൊന്നും കത്തും, പിന്നെ എന്ത് ചെയ്യും? ചിലരെന്ത് ചെയ്യും? ഒട്ടും കത്തത്തില്ല. ഇവരോടാണോ ഇത് എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ. അടുത്തിരുന്ന് കത്തുന്നതിന്റെ അടുത്തിരുന്നാൽ പോലും ഇതെന്ത് ചെയ്യത്തില്ല, കത്തത്തില്ല. ഇങ്ങനെയുള്ള വിറകിന്റെ അടുത്തിരുന്നാൽ ഒട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുകഞ്ഞു പോയിരിക്കാനേ പറ്റുള്ളൂ. എല്ലാം ഒരേപോലെയുള്ള ഉണക്കവിറകാണെങ്കിൽ എന്ത് ചെയ്യും? ഇതാളി കത്തിക്കൊണ്ടിരിക്കും. പ്രൈസലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ വീടിനകത്ത് എത്ര ടൈപ്പ് വിറകുണ്ട്. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ആളി കത്തുന്നതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. പ്രൈസലോ. നീ പകുതി കത്തി പകുതി കത്താതിരിക്കാനല്ല, നീ ഒരു ഉണക്കവിറകായിട്ട് തന്നെ കത്തിയാൽ മതി. പ്രൈസലോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നീ യാഗത്തിന് വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധങ്ങൾ വ്യക്തമായി വിളിച്ചു പറയാനോ ആ യാഗത്തിന് പ്രസാദിക്കണം. നമ്മൾ ഇന്ന് പറയുന്നത് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോണം. അതുപോലെ പച്ചവറകും ഉണക്കവറകും പകുതി നനഞ്ഞതും എല്ലാം കൂടെ എടുത്ത് അടുപ്പിനകത്തോട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം പോലെ നമ്മുടെ വീടിനകത്തും പ്രൈസലോ ഒന്ന് അല്ലെങ്കിൽ നമ്മൾ കത്താതെ വരുന്നതിനെ എടുത്ത് പയ്യെ ഇങ്ങോട്ട് മാറ്റും. അല്ലെങ്കിൽ കത്തുന്നതിനെ അങ്ങോട്ട് തള്ളി തള്ളി നീക്കി വെക്കും. പ്രൈസലോ. ഒരുപോലെ കത്തി നിന്നെങ്കിൽ ആ യാഗത്തിൽ ദൈവപ്രസാദം അവിടെ നടക്കത്തുള്ളൂ. പ്രൈസലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ പകുതി കത്തിയിരിക്കാനല്ല, പൂർണ്ണമായി കത്തിയേ മതിയാകത്തുള്ളൂ. പ്രൈസലോ. ഇന്ന് ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജനത്തെ ക്ഷീണിപ്പിക്കുന്ന ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണം. ഹല്ലേലൂയ. ചുമ്മാ ഒരു പ്രാർത്ഥനയല്ല, ആണോ? ചുമ്മാ ഒരു പ്രാർത്ഥനയല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് അകത്തൊരു മറുപടി വേണം. സ്തോത്രം. ആരെയും മൈൻഡാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പ്രാർത്ഥിച്ച ദേവോര പ്രാർത്ഥനയ്ക്ക് മറുപടി കണ്ട എഴുന്നേറ്റത്, ആണോ? ഹല്ലേലൂയ. എത്ര പ്രതികൂലം വന്നാലും എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ആവശ്യമെന്നാ പറഞ്ഞത്. പ്രൈസലോ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെന്ന് പറഞ്ഞാൽ തരാതിരിക്കുന്ന അത് സംഭവിക്കും. നീ എന്താ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. ആരൊക്കെ ഹല്ലേലൂയ നമ്മളാണെങ്കിൽ സ്തോത്രം ഒരു സീസറയും കൂട്ടരും എഴുന്നേറ്റ് വന്നപ്പോൾ ഹല്ലേലൂയ ദെബോര ക്ഷീണിച്ചോ? സ്തോത്രം. ഇതിലെ ഹല്ലേലൂയ സീസറയും കൂട്ടരും എന്നെ വക വരുത്താൻ വരുന്നെന്നും പറഞ്ഞ് ഇത് കരഞ്ഞോ?
ഇല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. പ്രൈസലോ ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിടുമെന്ന് പറഞ്ഞപ്പോഴും അവൻ ഭയന്നില്ല, അവൻ കരഞ്ഞില്ല. പ്രൈസലോ ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തന്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്റെ ഭക്തന്മാരെ കുറിച്ചും പറയുമ്പോൾ അവരാരും കരഞ്ഞ ചരിത്രമല്ല, ജയിച്ച ചരിത്രമാണ്. ഇന്ന് പകൽക്കാലം തോറ്റ ചരിത്രമല്ല. പ്രൈസലോ ഹല്ലേലൂയ. ഒരു സ്ത്രീ ഹല്ലേലൂയ കണ്ണിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ, ദൈവം നിന്നെ ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഇറക്കി നിന്നെ ആരാധനയെ ഹല്ലേലൂയ ഇവിടെ ഇരിച്ചിട്ടുണ്ടെങ്കിൽ നീ തോറ്റ് കടന്നു പോകാനല്ല. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കണ്ട് ഞാൻ എഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി മുഴങ്കാലം മടക്കുമെങ്കിൽ ചില ദൈവ പ്രവൃത്തി ഉണ്ട്. ഒരു വലിയ ദൈവിക സാന്നിധ്യം വളരട്ടെ, ഒരു ചെറിയ ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ. പരിശുദ്ധമായ പരിശുദ്ധാത്മാവി പറയാണ്, അവർ തോറ്റില്ല. ഹല്ലേലൂയ. ഒരു കാര്യമുണ്ട് ഹല്ലേലൂയ, ആരൊക്കെ ദേശത്തിൽ നിന്നാകട്ടെ പകരത്തിൽ നിന്നാകട്ടെ തകർക്കാൻ വന്നാൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കണ്ട് എഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി മുഴങ്കാലം മടക്കി ഇതേപോലെ എഴുന്നേറ്റതുപോലെ നീ ഈ നാളുകളിൽ ഒന്ന് എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ക്ഷീണിച്ചു പോകാനല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് പറയാനല്ല. നീ പലപ്പോഴും പ്രാർത്ഥന വിഷയത്തിന്റെ നടുവിലോ തോറ്റുപോയ ചില ചരിത്രങ്ങളാ ഇന്ന് പകൽക്കാലം ജയിച്ചെന്ന് കേൾക്കണം. ഹല്ലേലൂയ. ഇനി ഞാൻ തോക്കാനുള്ള വ്യക്തിയല്ല എന്ന് നീ ഇന്ന് പകൽക്കാലം ദൈവത്തോടൊന്ന് ഹല്ലേലൂയ ഒന്ന് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, ഞാൻ ഇനി തോക്കാനുള്ള വ്യക്തിയല്ല, എനിക്ക് ആത്മീയമായിട്ടൊന്ന് ഉണരണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം ഹല്ലേലൂയ, പാപത്തിന്റെ മേൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ജയം പ്രാപിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. നമ്മളിലുള്ള പാപത്തിന്മേൽ നമ്മൾ എന്ത് ചെയ്യണം? ജയം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ജയം പ്രാപിച്ചില്ല എങ്കിൽ നമുക്ക് മറുപടി കിട്ടാൻ പാടാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ആ പാപത്തിൽ ജയിച്ച് എഴുന്നേൽക്കുമ്പോൾ ചില ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറഞ്ഞേ, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? ആരെങ്കിലും കയറുമോ? ഇങ്ങനെ പോയാൽ ആർക്കെങ്കിലും കയറാൻ പറ്റുമോ? ആരവന്റെ വിശുദ്ധ സ്ഥലത്ത്? സ്തോത്രം. ഹല്ലേലൂയ. ചുമ്മാ ഒരു ആത്മീയതയല്ല. 2 ക്വസ്റ്റ്യൻ തമ്പുരാൻ ചോദിച്ചെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ തയ്യാറായിരിക്കണം. യേശുവിന്റെ നാമത്തിലാണ്. എനിക്ക് അവന്റെ പർവ്വതത്തിൽ ഒന്ന് കയറാൻ പറ്റുമോ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചോദിച്ചു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ഇങ്ങനെ പോയാൽ ആരും എന്ത് ചെയ്യത്തില്ല, കേൾക്കുമോ? നിൽക്കത്തുമില്ല, കയറത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മീയത എന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരുവന്റെ മേൽ പരിശുദ്ധമായി ആവരിക്കുന്നവന് അത് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിരന്തരം കത്തിക്കൊണ്ടിരിക്കും. യേശുവിന്റെ നാമത്തിലാണ്. അന്തർഗമന വൈദമന ഘടകധനാദികൾ ഗമന ഘടകസ്യ. ദാനിയേലിന് വന്ന വിഷയമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത്ര വലിയ വിഷയമുണ്ടോ? അത്ര വലിയ വിഷയമൊന്നും നമുക്കില്ല. ഉണ്ടോ? സിംഹത്തിന്റെ കുഴിയിലോട്ട് ഇടുമെന്നാ പറഞ്ഞു അല്ലേ? നമ്മളാണെങ്കിൽ തന്നെ മരിച്ചു അല്ലേ? അയ്യോ, അവരെന്നെ കൊണ്ട് സിംഹത്തിന്റെ, ഞാൻ ഓർക്കായിരുന്നു ഇന്ന് ഫോണുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എത്ര പേരെ വിളിച്ചു പറയും, നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവദാസന്മാരെ ദൈവത്തിനോട് വിളിച്ചു പറയും, എന്നെ സിംഹത്തിന്റെ കുഴിയിൽ എന്ത് ചെയ്യാൻ പോവാ? നമുക്ക് ധൈര്യമില്ലല്ലോ അല്ലേ? എന്നെ എന്ത് ചെയ്യാൻ പോവുക? ഇടാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്ക് കേൾക്കുമ്പോൾ ഭയക്കാനുള്ളതല്ല ദൈവവേദനെ. ഹല്ലേലൂയ. എത്ര വലിയ വിഷയത്തിന്റെ നടുവിൽ അവൻ പരാജയപ്പെട്ടില്ല, ജയിച്ചെഴുന്നേറ്റതുപോലെ നിങ്ങളൊന്ന് എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ ആത്മീയത നഷ്ടപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഹല്ലേലൂയ പുതുക്കം പ്രാപിച്ചുകൊണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ തീച്ചുളയിൽ ഇടുമെന്ന് പറഞ്ഞിട്ട് അവര് എന്തുപോയില്ല? എന്തോ ഇല്ല. സ്തോത്രം. നമ്മുടെ ഭവനത്തിലുള്ളതിനെ തീച്ചുളയിൽ ഇടുമെന്ന് പറയുമ്പോഴേ നമ്മളിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പേടി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വെന്തു പോകത്തില്ല എന്നുള്ളൊരു ധൈര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തിയോടെ വെളിപ്പെടാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തില.
അതരകരകരകടകധനാദികൾ ഗമനാജനാദികൾ ഗമന അന്തർഗമന വൈരമാന ഘടകധനാദികൾ ഗമന വൈരമന ഘടകധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ജയം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ഓ രാഗാശേഗാന വൈരാമന രഗന്ധന ദീപൽ ഗമന ഘടകസ്യ. നീ തോറ്റു പോകാനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വിളിച്ചതോ. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, നമ്മളിൽ കല്ലോലിയ ആത്മീയത നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജഡത്തിന് എന്തുണ്ടാവും അറിയാം? ക്ഷീണമുണ്ടാവും. ഉണ്ടാകത്തില്ലേ? സ്തോത്രം. കല്ലോലിയ. മേൽക്കുമേൽ നീ ഒന്ന് കുറുക പ്രാപിക്കണം. സ്തോത്രം. ഞാൻ ക്ഷീണിച്ചു പോകാനുള്ളതല്ല, ഞാൻ ജയം പ്രാപിക്കാനുള്ളത്. കല്ലോലിയ. കർത്താവ് ചോദിച്ചതിന്റെ മറുപടി നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? അവന്റെ പർവ്വതത്തിൽ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് കയറാൻ പറ്റുമോ? അതിനുള്ള പവർ നിങ്ങളിലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവന്റെ സ്ഥലത്ത് നിൽക്കാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വിശുദ്ധ സ്ഥലത്ത് സ്തോത്രം. എല്ലാരും പറയും ഞങ്ങൾ പോവാന്ന് പറഞ്ഞ്. ആരും എന്ത് ചെയ്യത്തില്ല. ഞാൻ നോക്കിയിട്ട് ആരും പോകാൻ എന്ത് ചെയ്യത്തില്ല. ഒരു ഇതും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചലിക്കുന്നുണ്ടെങ്കിൽ നാളെ ചലനയില്ല. ഉണ്ടോ? ഇന്ന് പുതിയൊരു അഭിഷേകം ഉണ്ടെങ്കിൽ നാളെ ആ അഭിഷേകമില്ല. പിന്നെ എങ്ങനെ പോകും? പ്രൈസ് ദി ലോർഡ്. നിന്റെ കയ്യിലുള്ളത് നഷ്ടപ്പെടുത്താനല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ഒരു അഭിഷേകം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിന്നിൽ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ഇന്ന് പകൽക്കാലം നീ അത് പുതുക്കാൻ പ്രാപിക്കണം. ഓ റാബ ശബരമന ഗരഗടക ധനാദികൾ ഗമന അന്തർഗമന വൈനമാന ഘടകധനാദികൾ ഗമന ഘടകസ്യ. പരിശുദ്ധമോന്ന് വ്യാപരിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ നിന്റെ ജഡത്തിൽ ഒന്ന് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ജഡത്തിൽ ഒന്ന് വെളിപ്പെടേ മതിയാകത്തുള്ളൂ. നിന്റെ ജഡത്തെ ക്ഷീണിക്കുന്ന പോലുകൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. അന്തർഗമന വൈന ഘടകധന ദീപൽ ഗമന ഘടകധന അന്തർദികൾ ഗമന വൈനമാന ഘടകസ്യ. ഹല്ലേലൂയ. നാം ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് പല വിടുതലും നടക്കും. നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്ത് നീ ഒന്ന് ആരാധിച്ചേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ഹല്ലേലൂയ. രണ്ട് ചങ്ങലയാൽ ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട് കിടന്നവര് സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചവരുടെ പൂട്ട് അണിഞ്ഞു പോയില്ലേ? പോയോ? ഇന്ന് പകൽക്കാലം നിന്റെ വീടിനകത്ത് പൂട്ടിട്ടിരിക്കുന്ന പൂട്ടഴിയണമെങ്കിൽ നീ ഇന്ന് പകൽക്കാലം ആരാധിക്കുമ്പോ ചില കെട്ടുകൾ പൊട്ടാൻ പോവുക. നിന്റെ ഭവനത്തിലുള്ള ചില ചങ്ങലകൾ അടിയട്ടെ. ഓ ആരെ കാലാമത്തിലിട്ട് കൂട്ടിയിട്ടെങ്കിലും നീ ആരാധനയ്ക്ക് ഇന്ന് പകൽക്കാലം മുഴങ്കാലം അടക്കിയിട്ടുണ്ടെങ്കിലാ ഇവിടെ ആരാധിക്കുമ്പോൾ അവിടെ വിടുതൽ സംഭവിക്കാൻ തുടങ്ങും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സുകളെ ഫ്രീയാക്കി നാം ദൈവകരങ്ങളിൽ നിന്ന് ഏൽപ്പിക്കുമ്പോൾ ചില ദൈവപ്രവൃത്തിയോടെ ആരംഭിക്കാൻ തുടങ്ങിയ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. അന്തർഗമന വൈരമാന ഘടകധനാദികൾ ഗമന ഘടകസ്യ. ദൈവകരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ കേട്ട വചനത്തിനായി നമ്മളെ തന്നെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത്രയും സമയം വേർതിരിച്ചതായ വാത്സല്യ ദൈവം ദൈവാസനം നന്ദി വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ താഴേക്ക് പ്രൈസ് ദി ലോർഡ്.